രക്തം തണുപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് ക്യാപ്റ്റൻ ബോധശൂന്യനായി നിലത്തു വീണു. പിറ്റേന്ന് പ്രഭാതം. അമേരിക്കയുടെ കിഴക്കൻ പ്രദേശമായ നോർഫോക്കിനടുത്തുള്ള ഒരു കടൽ തീരം. ഗുഡ് മോർണിംഗ് ഓഫീസർ. ഗുഡ് മോർണിംഗ്. ഇന്നു താങ്കൾ നേരത്തെയാണല്ലോ. അമേരിക്കൻ പോലീസിലെ ചുറുചുറുക്കുള്ള ഓഫീസറായിരുന്നു മാർലോ. നേരം വെളുക്കുന്നതേയുള്ളൂ. ഏയ്, എന്താണത്? മൈ ഗോഡ്, ഇതൊരു പഴയ കപ്പലാണല്ലോ. ആശ്ചര്യം തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഉള്ളിൽ കയറി നോക്കാം. ഇതിലാരും ഇല്ലേ? എൻ്റെ ദൈവമേ, അതാ ഒരാൾ കിടക്കുന്നു. ഏ, ഇയാൾക്ക് ജീവനുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മാർലോ, ഈ കപ്പലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സർ, ഇതൊരു കുഴഞ്ഞ കേസാണ്. ശരിക്കും പഠിക്കാതൊന്നും പറയാനാവില്ല. എനിക്ക് തോന്നുന്നത് ആ മനുഷ്യന് ബോധം തെളിയാതെ ഒന്നും ആരംഭിക്കാനാവില്ലെന്നാണ്. അതെ, പക്ഷേ ഡോക്ടർമാർ ചിന്താകുഴപ്പത്തിലാണ്. അടുത്ത ദിവസം മാർലോ ഒരിക്കൽ കൂടി കപ്പലിലെത്തി. കപ്പൽ ഒരിക്കൽ കൂടി ശരിക്കും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ പടവുകൾ അടിത്തട്ടിലേക്കായിരിക്കും. തറയിൽ ചെറിയൊരു അറയുണ്ടല്ലോ. ഒരാൾക്ക് കിടക്കാവുന്ന പോലെ ഉണ്ട് ഈ അറ. ഏ, ഇതെന്താണ്? ഒരു ഡയറി. ഹെൻറി കാർപാത്തിയ. ആരാണ് ഈ ഹെൻറി? ഈ ഡയറി വിലപ്പെട്ട കുറേ വിവരങ്ങൾ തരുമെന്ന് തോന്നുന്നു. വർഷം 1935. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. സുഖകരമായിരുന്ന യാത്ര. യാത്ര തുടങ്ങാൻ അല്പം വൈകി.